ഒരിക്കൽ ഡോക്ടർ നിഷ ബൈപ്പാസിലൂടെ കാർ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാടിൽ കടന്നു പോകുന്നതായിട്ടുള്ള ബൈപ്പാസാണ്. ആരും അടുത്തൊന്നുമില്ല. പക്ഷേ ആ കാടിൻ്റെ നടുവിൽ വെച്ച് പെട്ടെന്ന് കാറ് നിന്ന് പോയി. എന്താണെന്ന് ഇറങ്ങി നോക്കി കാറിൽ വേറെ കൂടെ ആരുമില്ല. ഒറ്റയ്ക്കൊരു അർജൻറ്റ് യാത്രയായിരുന്നു. വല്ലാണ്ട് വിഷമിച്ചു. കാടാണല്ലോ ചുറ്റും, ആരെയും കാണാനുമില്ല. ആ സമയത്ത് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവർ കാറ് നിർത്തി ചുറ്റും നോക്കുന്നത് കണ്ടപ്പോൾ ബൈക്ക് നിർത്തി ഇവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ആദ്യം മനസ്സിലൊരു പേടി തോന്നി. വിജനമായിട്ടുള്ള സ്ഥലം, ആരും കൂടെയില്ല, കാറ് വർക്ക് ചെയ്യില്ല, കാടാണ്. വല്ലാതെ പേടി തോന്നി മനസ്സിൽ. പക്ഷേ അടുത്ത് വന്ന ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മാഡം എന്ത് സംഭവിച്ചു? കാറിന് എന്തെങ്കിലും പ്രോബ്ലം ആണോ? അപ്പോൾ പറയുക, അറിഞ്ഞുകൂടാ, കാറ് സ്റ്റാർട്ടാവുന്നില്ല, നിന്ന് പോയിരിക്കുന്നു, എന്താ പ്രശ്നം എന്നറിയില്ല എന്ന്. അയാൾ നോക്കി വണ്ടിയുടെ ബോണറ്റ് അഴിച്ചു, തുറന്നു നോക്കി, ചെറിയൊരു എന്തോ കാര്യം ചെയ്യാണ്ടായിരുന്നുള്ളൂ, ചെയ്തു, വണ്ടി സ്റ്റാർട്ടാക്കി. അപ്പോൾ സന്തോഷത്തോടെ പറയും, താങ്ക്സ്, നിങ്ങൾക്ക് ഞാൻ എന്താ തരണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇത് ഞാൻ മുൻ അനുഭവിച്ചൊരു അനുഭവമാണ് മാഡം. ഞാനും ഒരിക്കൽ ഇതുപോലെ കാറ് ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയും കേടായിപ്പോയി. ഒരാളെനിക്ക് സഹായം തന്നു. അന്ന് അയാൾ എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച പ്രോമിസാണ്. ഈ സന്തോഷം ഞാൻ വേറെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പകർന്നു കൊടുക്കുമെന്ന്. അതുകൊണ്ട് മാഡം എനിക്കൊരു പ്രോമിസ് തന്നാൽ മതി. ഇതുപോലൊരു നല്ല സഹായം ആർക്കെങ്കിലും വേണ്ടി വരുമ്പോൾ ചെയ്യും എന്ന ഒരൊറ്റ പ്രോമിസ്. സന്തോഷത്തോടെ ഡോക്ടർ പറഞ്ഞു, താങ്ക് യു. അങ്ങനെ ഡോക്ടർ വണ്ടി എടുത്ത് പോയി എത്തിച്ചേരേണ്ട ടൗണിലെത്തി. ചെന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ആഹാരം കഴിക്കാനിരുന്ന് ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഹോട്ടലിൽ, ഒരു ചെറിയ ഹോട്ടലാണ്, ആ ഹോട്ടലിൻ്റെ ഓണറായിരിക്കുന്ന ഒരു ലേഡി നോക്കുമ്പോൾ കാണുമ്പോൾ ആ ഡോക്ടർക്ക് തോന്നി 7-8 മാസം പ്രഗ്നൻ്റാണ്. ഈ അവസ്ഥയിൽ വീട്ടിൽ വിശ്രമിക്കുന്നതിന് പകരം ജോലിക്ക് വന്ന് ആ സ്ത്രീ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അവരെ കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് തോന്നി. ഡോക്ടർ എന്ത് ചെയ്തു? ആഹാരം കഴിച്ച് ബില്ല് പേ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 10,000 രൂപ ഒരു കവറിലിട്ട് ഒരു പേപ്പർ പീസിൽ എഴുതി, ഇത് എൻ്റെ വക നിനക്കൊരു ചെറിയ സന്തോഷം, നിൻ്റെ പ്രസവത്തിനുള്ളതായിട്ടുള്ള ചിലവിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് കൊടുത്തു, കൂടെ കവറും കൊടുത്ത് ഡോക്ടർ ഇറങ്ങിപ്പോയി. ഇത് വായിച്ചു നോക്കി സന്തോഷത്തോടെ മറന്നുപോയി ഈ ലേഡി. അന്ന് വീട്ടിൽ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ സുഖമില്ലാതെ പനി പിടിച്ച് കിടക്കുന്ന ഹസ്ബൻഡ് ടെൻഷൻ അടിക്കുകയാണ്. പൈസയില്ല, എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ പോകണം, കൊണ്ടുപോകണം. അപ്പോൾ ഈ കവർ നീട്ടി കാണിച്ചു, കണ്ടോ, ഇത് വലിയൊരു സന്തോഷം. ഇന്ന് ഒരു ഡോക്ടർ വന്ന് അവർ ഈ കവറും തന്നു പോയിക്കളഞ്ഞു. എനിക്ക് അവരെ അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എന്ന്. അപ്പോൾ ഈ വൈഫ് അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഈ ഹാപ്പിനെസ് നമുക്കും അതെ, നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് നല്ല സമൂഹത്തിന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് നമുക്കും ഈ സന്തോഷം പങ്കുവയ്ക്കണമല്ലേ എന്ന്. അത് തുടങ്ങി വെച്ച ഒരു കൊച്ചു നല്ല കാര്യം സമൂഹത്തിൽ നിങ്ങളും ഞാനും ഇന്ന് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് നല്ല ഒരു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളാലാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കണ്ണ് കാണാത്ത ഒരുത്തനെ ഒന്ന് കൈപിടിച്ച് നടത്താനായിട്ട്, വീണു പോകുന്ന ഒരാളെ ഒന്ന് സഹായിക്കാനായിട്ട്, നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ കൂട്ടുകാരന് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടൊന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം വലിയ വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട്, ഇതൊരു ചെയിൻ ഓഫ് ആക്ഷനാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ് കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ദിവസം ഒരു കൊച്ചു കാര്യമെങ്കിലും നല്ലത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത് നിങ്ങൾ ചെയ്തു നോക്കൂ. ആ കൊച്ചു കൊച്ചു ബ്ലെസ്സിങ്സ് തുള്ളിത്തുള്ളി വെള്ളം ചേർന്ന് കടലാകും പോലെ നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു ആക്ഷൻസിൻ്റെ ആശീർവാദങ്ങളെല്ലാം ചേർന്ന് ജീവിതത്തിൽ ഒരുപക്ഷെ മരണത്തെ തന്നെ മാറ്റി വെച്ചേക്കാം. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ വലിയ സന്തോഷങ്ങൾ നേടൂ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.